പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 25. ഇതാ മോളെ കോഫി. പറഞ്ഞത് കോഫി എന്നാണെങ്കിലും ഏട്ടത്തിയുടെ വലം കൈയിൽ എനിക്ക് കഴിക്കുവാനായി ഒരു പാത്രത്തിൽ ദോശയുണ്ടായിരുന്നു. ഒട്ടും വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭക്ഷണം നിരസിക്കുകയാണ് ആദ്യം ചെയ്തത്. കുഞ്ഞി, ഇന്നലെ തൊട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ല. കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ വല്ലതും തിന്നേച്ചു പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ ചെന്ന് നീ തല കറങ്ങി വീഴും. അടുത്തിരുന്ന് ചായ കുടിക്കുന്ന ഏട്ടൻ്റെ നിർദ്ദേശത്തെ ഞാൻ പാടെ തള്ളിക്കളയുവാൻ പോയില്ല. പാത്രത്തിലിരുന്ന 3 ഇഡലി ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. കോഫിയും കുടിച്ച് കയ്യും കഴുകിയതിന് ശേഷം പോകുവാനായി ഞാൻ ബാഗ് കയ്യിലേക്കെടുത്തു. ഇനിയിപ്പോൾ ബസ്സിന് പോകണ്ട, ഞാൻ കൊണ്ടുപോയി വിടാം. സന്ദീപ് ഏട്ട നിർബന്ധം പിടിച്ചു. വേണ്ട ഏട്ടാ, എന്നും പോണ പോലെ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. ഫുൾ ഹാൻഡ്സ് ഉള്ള ചുരിദാറിൻ്റെ മുകളിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന കൈ ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. കൈകളിലെ പാട് കണ്ടിട്ട് ഇനി വീട്ടിലിരിക്കുന്നവരെ ആരും കുറ്റം പറയണ്ടല്ലോ. കുഞ്ഞി, ഞാൻ പറയുന്ന അനുസരിക്ക്. ഒന്നാമത് നിനക്കൊട്ടും വയ്യ. ഇനി ബസ്സിലെ ഇടിയും ചവിട്ടും കൂടെ കിട്ടുമ്പോൾ നീ വല്ലാതാവും. വാ, ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം. എൻ്റെ മറുപടി കാക്കാതെ ഏട്ടൻ കാറിൻ്റെ ചാവിയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. പോയി വാ മോളെ, അച്ഛൻ വന്നോളാം തിരിച്ചു വിളിക്കാൻ വേണ്ടി. ഉമ്മറം വരെ അച്ഛൻ എനിക്ക് കൂട്ടുവന്നു. പിന്നാലെ ഏട്ടത്തിയും ഉണ്ടായിരുന്നു. ഉവ്. തലയൊന്ന് ആട്ടിക്കാട്ടിയിട്ട് ഞാൻ സിറ്റൗട്ടിൻ്റെ പടികൾ ഇറങ്ങുമ്പോഴാണ് വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള തൊടിയിൽ നിൽക്കുന്ന അമ്മയെ ഞാൻ കണ്ടത്. ഒന്നേ ഒന്ന് നോക്കിയുള്ളൂ. സിരകളിൽ മൊത്തം അവരോടുള്ള വെറുപ്പ് ബാധിക്കുന്നെന്ന് തോന്നിയതും നോട്ടം മുന്നോട്ടേക്കാക്കി ഞാൻ കാറിൻ്റെ അരിയിലേക്ക് നടന്നു. പോട്ടെ. ഏട്ടൻ തുറന്നു വെച്ച ഡോറിൽ കൂടി അകത്തേക്ക് ഇരിക്കുവാനായി തുടങ്ങുന്നതിന് മുൻപ് സിറ്റൗട്ടിൽ നിൽക്കുന്നവരോട് ഞാൻ യാത്ര ചോദിച്ചു. അച്ഛനും ഏട്ടത്തെയും കൈവീശി കാട്ടിയതും പതിയെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഏട്ടൻ എൻ്റെ വശത്തുള്ള ഡോർ അടച്ചിട്ട് പതിയെ ഇപ്പുറം വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. പോകാം. എന്നെ നോക്കിയൊന്ന് അനുവാദം പോലെ ചോദിച്ചതും ഞാൻ ഏട്ടന് നേരെ സമ്മതത്തോടെ തലയാട്ടി. വണ്ടി ഞങ്ങളുടെ ഗേറ്റും കടന്ന് വഴിയിലേക്ക് ഇറങ്ങി. പോക്കറ്റ് റോഡും കഴിഞ്ഞ് കാർ മെയിൻ റോഡിലേക്ക് കടന്നതും എൻ്റെ കണ്ണുകൾ അമ്പാട്ടെ കടയുടെ നേർക്ക് മുകുന്ദേട്ടന് വേണ്ടി ഒട്ടൊരു പിടപ്പോടെ പാഞ്ഞു. ഉണ്ട്, ആളവിടെ ആരോടോ സംസാരിച്ചുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്നുണ്ട്. കണ്ണും ഹൃദയവും ഒരുപോലെ നീറുന്ന കാഴ്ചയായിരുന്നത്. മുകുന്ദേട്ടനെ ഒന്ന് മറക്കുവോ? നെഞ്ച് വയ്യാതായ തോന്നിയപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തോട് ഉച്ചത്തിൽ ആക്രോശിച്ചു. അതോടൊപ്പം തന്നെ ഇടത്തെ കൈകൊണ്ട് ഇടങ്കാലിൻ്റെ തുടയിൽ ഞാനൊന്ന് പറിച്ചുകൊണ്ടിരുന്നു. ശരീരം വയ്യാതാവുമ്പോൾ അത്രയും നേരമെങ്കിലും ആളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്ന എന്താ ബാലിശമായ വികാരത്തെ നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മുകുന്ദേട്ടൻ്റെ മുഖം എന്നിൽ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരുന്നു. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവളെ പോലെ ഞാൻ സീറ്റിലേക്ക് തലയുടെ പിൻഭാഗം കൂടുതൽ അമർത്തി വെച്ചു. എന്തേ കുഞ്ഞി, എന്തേലും വയ്യാഴികയുണ്ടോ? എൻ്റെ ഭാവമാറ്റങ്ങൾ കണ്ടതിനാലാവാം ഏട്ടൻ പൊടുന്നനെ വണ്ടി വഴിയോരം നിർത്തിയത്. ഏയ്, ഒന്നുമില്ല ഏട്ടാ, ചെറിയൊരു തകലവേദന. കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറഞ്ഞുവെങ്കിലും എൻ്റെ ഇരിപ്പിനോ ഭാവത്തിനോ തെല്ലും വ്യത്യാസം വന്നിരുന്നില്ല. എൻ്റെ കൈക്കിടയിൽ അപ്പോഴും കാലിൻ്റെ തുടയിലെ ദശ ചുവന്നു വീങ്ങിയിരുന്നു. വയ്യെങ്കിൽ തിരിച്ചു വരാം മോളെ. ഏട്ടൻ വല്ലാണ്ടാവണുണ്ടെന്ന് തോന്നിയതും ഞാൻ പല്ലുകൾ കാട്ടി ഒന്ന് ചിരിച്ചു. വികൃതമായ എൻ്റെ ചിരി. എന്നിലെ കോമാളി ഉണർന്നിരിക്കുന്നതെന്ന് മനസ്സിലായതും ഞാൻ തന്നെ അന്തിച്ചു പോയിരുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഏട്ടനൊന്നും ചോദിക്കാൻ തന്നെ വണ്ടി മുന്നോട്ടേക്കെടുത്തു. അല്ലെങ്കിൽ തന്നെ എന്നോട് ചോദിച്ചിട്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഏട്ടനും തോന്നിക്കാണും. കോളേജ് ഗേറ്റും കടന്ന് കാർ അകത്തേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴേക്കും ചുരിദാറിൻ്റെ ഷാളെടുത്ത് ഞാൻ കഴുത്തിലൂടെ ചുറ്റി. മറിഞ്ഞിരിക്കേണ്ടതെല്ലാം മറിഞ്ഞു തന്നെ ഇരിക്കട്ടെ. പോട്ടെ ഏട്ടാ. പാർക്കിങ്ങിൽ വണ്ടി നിന്നതും പതിയെ ഞാൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വൈകിട്ട് അച്ഛൻ വരും, തിരിച്ച് നീ തന്നെ വരണ്ട. കരുതലോടെ പറയുന്നവനെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് ഞാൻ ഡോർ അടച്ചു കൊടുത്തു. പിന്നോട്ട് നോക്കാതെ ഞാൻ ക്ലാസ്സിന് നേർക്ക് കാലുകൾ നീക്കി. ലാബും ക്ലാസ്സും ഒക്കെ അതാതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നിലും ശ്രദ്ധിക്കാതെ അപ്പോഴും ഞാൻ മുകുന്ദേട്ടൻ്റെ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടിരുന്നു. രുദ്രനും കൂട്ടുകാരും എല്ലാവരും വന്ന് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു പുഞ്ചിരിയിൽ ഞാൻ അവരെ എല്ലാം അടക്കി. അല്ലെങ്കിൽ വാ പൂട്ടിച്ചു എന്ന് പറയുന്നതാവും ശരി.
വൈകിട്ട് കോളേജ് കഴിഞ്ഞതും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായി അച്ഛൻ വന്നിരുന്നു. വണ്ടിയിൽ കയറിയിരുന്നതും അച്ഛൻ എന്നെയൊന്ന് വിഷാദത്തോടെ നോക്കി. ഞാൻ കണ്ണ് ചിമ്മി കാട്ടിയതും ആളെൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു. ആരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പരസ്പരം പരിഭവങ്ങൾ പറയുന്നത് ഇരുവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. മോളകത്തേക്ക് പൊയ്ക്കോ, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം. വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ വണ്ടി നിർത്തിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടി സമ്മതിച്ച് ഞാനിരിക്കുന്ന വശത്തെ ഡോർ തുറന്നു. മോളെ. അച്ഛൻ്റെ പിൻവിളിയിൽ ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെ സീറ്റിലേക്കിരുന്നു. അമ്മയുണ്ട് വീട്ടിൽ, സൂക്ഷിക്കണം. വഴക്കിനൊന്നും പോവരുത്. അച്ഛൻ വരുന്നിടം വരെ ഏട്ടത്തിയുടെ കൂടെ ഇരുന്നാൽ മതി. പാവം, ആ മുഖത്തെ പേടിയും ആകുലതയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്നെ ഓർത്തുള്ള പേടി ആ മനുഷ്യൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ ഒറ്റ പറച്ചിലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇരുന്നോളാം, അച്ഛൻ പോയി വന്നോളൂ. ഞാൻ ഉറപ്പു നൽകിയതും ആ മുഖത്ത് അല്പം ആശ്വാസം വന്നതുപോലെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ സിറ്റൗട്ടിലേക്ക് കയറുന്നിടം വരെ ഞാൻ ഗേറ്റിന് മുൻപിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കയ്യാട്ടി യാത്ര പറഞ്ഞപ്പോഴാണ് ആള് കാർ റിവേഴ്സ് എടുത്ത് പോയത് തന്നെ. പതിയെ ഞാൻ ഹാളിലേക്ക് കയറി. അപ്പോഴാണ് അടുക്കളയിൽ നിന്നുള്ള അമ്മയുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുന്നത്. ഇതിപ്പോൾ എന്താ പറ്റിയേ? പതിവില്ലാത്ത വിധം ഏട്ടത്തിയുടെ കരച്ചിൽ കൂടി കേട്ടപ്പോഴേക്കും ബാഗ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പാഞ്ഞു. എടി മോളെ, എൻ്റെ മോനെ കണ്ണും കൈയും കാട്ടി എടുത്തതും പോരാ, നിന്റെ ആങ്ങളെ കൊണ്ട് ഇവിടുത്തെ പെങ്കൊച്ചിനെ കൂടെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നോടി. ഇല്ലാതായി പോടി നീയും നിന്റെ വീട്ടുകാരും. അതും പോരാഞ്ഞിട്ട് ചിറക്കലെ അനന്തവരാശികളെ നീ പെറുവെന്നോ? നല്ല കാര്യമായി. ഹാളിൽ നിൽക്കുമ്പോഴേ അമ്മയുടെ കാറച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. കേട്ടത് ഒരു നിമിഷം ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇതെൻ്റെ അമ്മയല്ല. എൻ്റെ അമ്മ ഇത്രയുമൊക്കെ ഇതായിരുന്നോ? മനസ്സിൻ്റെ വേദന അറിഞ്ഞ വണ്ണം എൻ്റെ കാലുകൾ കുതിരയെപ്പോലെ വേഗത്തിലായി. നിന്റെ വയറ്റിൽ എൻ്റെ മോൻ്റെ കൊച്ചു വളരത്തില്ലടി. വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ഇതിനെ കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ. അടുക്കളയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഏട്ടത്തിയുടെ നേരെ നോക്കി ഒരു ഭ്രാന്തിയെപ്പോലെ അലർന്ന എൻ്റെ അമ്മയെയാണ്. വയറും പൊത്തി പിടിച്ചുകൊണ്ട് പാതകത്തിൽ ചാരി നിന്ന് കരയുന്ന എൻ്റെ ഏട്ടത്തിയും. എനിക്കെൻ്റെ കണ്ണും കാതും മരവിച്ചു പോയി. അമ്മേ! ഞാൻ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് കയറി നിന്നു. എന്താടി? എന്നെ അവിടെ ആ സമയം ഒട്ടും പ്രതീക്ഷിച്ചില്ലാത്തതിനാൽ ഒരു ചെറിയ പരിഭ്രമം അവരുടെ മുഖത്തുണ്ടായി എന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മ എന്താ ഇപ്പോൾ ഏട്ടത്തിയോട് പറഞ്ഞേ? ഞാൻ പരിസരം അലറിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്തു പറഞ്ഞെന്ന്? അവർ തിക്കും മുട്ടും നോക്കിയിട്ട് തലചൊറിയുന്നത് കണ്ടു. നിങ്ങൾ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ വൃത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും എൻ്റെ ശരീരം വിറച്ചിരുന്നു. പ്രിയേ, വേണ്ട. അപ്പോഴും എന്നെ തടയാൻ ശ്രമിക്കുന്ന ഏട്ടത്തിയെ ഞാൻ തിരിഞ്ഞു നോക്കിയൊന്ന് ദഹിപ്പിച്ചു. അതോടുകൂടി ഏട്ടത്തിയുടെ കൈ എന്നിൽ നിന്ന് അയഞ്ഞു. ഏട്ടത്തി ഗർഭിണിയാണോ? എൻ്റെ ചോദ്യം പ്രതീക്ഷിച്ചില്ലാതിരുന്നതിനാലാവാം ഏട്ടത്തി എന്നെ നോക്കി ഒന്ന് ഞെട്ടിയത്. ആ. തലകുനിച്ചുകൊണ്ട് ആളങ്ങനെ പറഞ്ഞതും അത്രയും ദേഷ്യവും സങ്കടവും മാറി അവിടെ വല്ലാത്തൊരനുഭൂതി എന്നിൽ നിറയുന്നത് ഞാൻ അറിഞ്ഞു. ഏട്ടൻ്റെ ഏട്ടത്തിയുടെയും 2 വർഷത്തെ കാത്തിരിപ്പ് എത്രയായി? ഞാൻ അരികെ ചെന്ന് ആ കൈ പിടിച്ചു, ഒട്ടൊരു വിറയലോടെ. ഇന്നലെയാണ് ഞാൻ നോക്കിയേ, 1.5 മാസമായി കാണും. നിർവികാരതയോടു കൂടിയുള്ള മറുപടിയാണ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. എന്നിട്ടെന്തേ ആരോടും പറഞ്ഞില്ല? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇന്നലെ ഇവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നോ പ്രിയേ? തിരിച്ചു കിട്ടിയ മറുപടിക്ക് ഉത്തരം ഇല്ല എന്ന് എനിക്ക് ആ സമയം തോന്നിപ്പോയി. ഏട്ടൻ അറിഞ്ഞോ? പറഞ്ഞില്ല. അതും കൂടി കേട്ടപ്പോഴേക്ക് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ആയിപ്പോയി. വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് അറുതി വന്നപ്പോൾ അത് സ്വന്തം പാതിയോട് പറഞ്ഞ് സന്തോഷിക്കുവാൻ പോലും ആവാത്ത ഏട്ടത്തിയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ എന്നൊരു കുറ്റബോധം എന്നെ കാർന്നു തിന്നുവാനായി തുടങ്ങി. എന്തൊരു നിസ്സഹായ അവസ്ഥ! ഞാൻ മൂലം എത്രയെത്ര പേരാണ് ഇങ്ങനെ നീറിയൊടുങ്ങുന്നത്. ഏട്ടത്തി! നിറ കണ്ണുകളോടെ ഞാൻ ആ ഉദരത്തെ വാത്സല്യത്തോടെ തഴുകി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടാവണം ഏട്ടത്തിയുടെ ഒച്ചയും ചിലമ്പിച്ചത്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ അച്ഛനെ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം.
ഏട്ടൻ വരുമ്പോഴേക്കും താമസിക്കില്ലേ? അടുത്ത് നിൽക്കുന്ന അമ്മയെ പോലും അവഗണിച്ചുകൊണ്ട് ഞാൻ ആ കൈപിടിച്ച് മുന്നോട്ടേക്ക് വലിച്ചു. എങ്ങോട്ടേക്കാ? ഇവിടുന്ന് ഒരുത്തി എങ്ങോട്ടും പോണില്ല. പൊടുന്നനെ ഞങ്ങളുടെ മുൻപിൽ തടസ്സമായി കയറി വന്നിരുന്ന അമ്മയെ ഞാൻ ദേഷ്യത്തോടെ ഉറ്റുനോക്കി. അതമ്മയാണോ തീരുമാനിക്കുന്നേ? സ്വയം എന്നെ ഞാൻ നിയന്ത്രിച്ചു. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ മതി. ചെറുക്കലെ വീട്ടിൽ ഇവിടെ വയറ്റി പറന്ന അനന്തരാവകാശികൾ വേണ്ട. മുന്നിൽ വന്നു നിന്ന് അലറിയതും സ്വന്തം അമ്മയാണ് അതെന്ന് പോലും മറന്ന് എൻ്റെ വലങ്കൈ അവരുടെ ഇടംകവളിലേക്ക് ആഞ്ഞിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇത്ര ആത്മാർത്ഥ പ്രണയങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതിന് വെല്ലുവിളികൾ നേരിട്ട് ഒരുപക്ഷെ വിവാഹത്തിൽ കലാശിച്ചാൽ ചിലയിടത്തെങ്കിലും ഇതുപോലുള്ള വീട്ടുകാർ ഉണ്ടാവുന്നത് എത്ര വേദനയാണ്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.